ഇപ്പോൾ എം കെ രാഘവൻ എം പി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് റെസ്ക്യൂ ഓപ്പറേഷന് നേവൽ ടീമിനെ അയക്കുമെന്ന് അവർ അറിയിച്ചു. ഇന്നലെ ഞാൻ സ്പോട്ടിലുണ്ടായിരുന്ന നോർത്ത് കേന്ദ്ര എസ് പിയുമായി സംസാരിച്ചു. എസ് പി ഇന്നലെ എന്നോട് പറഞ്ഞത് തീവ്രമായ മഴയാണ്, അതുപോലെ അടുത്തുള്ള പുഴയിൽ വെള്ളം കൂടി വരുന്നു, അപ്പോൾ ഒരു പ്രളയത്തിന്റെ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ. അപ്പോൾ നേവലിന്റെ സഹായം തേടിയിരിക്കുന്നത് ഇന്നലെ പറഞ്ഞു. അതിനുവേണ്ടിയാണ് ഇന്ന് രാവിലെ വീണ്ടും മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ വിളിച്ചത്. ഏതായാലും നേവൽ ടീം അവിടെ എത്തി റെസ്ക്യൂ ഓപ്പറേഷനോ ആരംഭിച്ച് എങ്ങനെങ്കിലും അർജുനെ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവിടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സ്പോട്ടിൽ, അതായത് GPS ഉള്ള ഒരു സ്പോട്ടിലേക്ക് ആ രക്ഷാപ്രവർത്തനം മാറിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് അവിടെ നടക്കുന്നത്. വേണ്ട രീതിയിൽ കർണാടക സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് വീട്ടുകാരും അവിടെ ഉള്ളവരും ഇപ്പോഴും ഉന്നയിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? ഇനി കൂടുതൽ ഇടപെടൽ ഉണ്ടാകുമോ? വേറെ ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പൊ രാവിലെ മുഖ്യമന്ത്രിയുമായും കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു. അവിടെ ഈ എർത്ത് നീക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ റെസ്ക്യൂ ഓപ്പറേഷന് നേവലാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടു. നേവലിനോട് ആവശ്യപ്പെട്ട് നേവൽ പോവുകയാണ് അങ്ങോട്ടെന്നാണ് എന്നെ അറിയിച്ചത്. ഇപ്പോൾ ഞാൻ വീണ്ടും അവരെ ബന്ധപ്പെടാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം വൈകുന്നതോറും വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ഇല്ല എന്നുള്ളൊരു കാരണം പറഞ്ഞ് അവർ ഇപ്പോൾ നിർത്തിവെക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളൊരു ആശങ്ക വീട്ടുകാർക്കുണ്ട്. ഇല്ല, എന്നോട് പറഞ്ഞത് ഞാൻ രണ്ടുപേരായി 2 വട്ടം സംസാരിച്ചു രാവിലെ, രണ്ടുപേരുമായി. ഞാൻ എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുത്തു. അർജുന്റെ എല്ലാ ഡീറ്റെയിൽസും അയച്ചു കൊടുത്തു. വണ്ടിയുടെ നമ്പർ പോലും അയച്ചു, മൊബൈൽ നമ്പർ എല്ലാം അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അവർ എനിക്ക് തന്ന് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ചെയ്ത കാര്യങ്ങൾ എന്നെ അറിയിച്ചത്. എന്തായാലും കർണാടക സർക്കാർ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരെല്ലാ കാര്യം ചെയ്തുകൊണ്ടൊക്കെയാണെന്ന് അറിയിച്ചത്. NHന്റെ ആളുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ്. NHനും വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തിൽ. ഗവൺമെന്റ് മാത്രമല്ല, NHനും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഏതായാലും എല്ലാവരും ബന്ധപ്പെട്ട് വരിക, എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കുക നമ്മുടെ ആദ്യത്തെ ദൗത്യം അതാണ്. അതിലെല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നു, ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ്. ഏതായാലും അത് ഇന്നത്തോടുകൂടി നമുക്ക് അത് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെന്നാണ് എന്റെ ഒരു വിശ്വാസം, പ്രതീക്ഷ. 4 ദിവസമായി ഇത് സംഭവിച്ചിട്ട് എംപിയുടെ അടുത്ത് ഇന്നലെ ഇവർ വന്നിരുന്നു. ഇന്നലെയാണ് വന്നത്. ഇന്നലെ വന്നു. ഇന്നലെ എന്നോട് പറഞ്ഞോളം തന്നെ ഞാൻ അവിടെ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് സംസാരിച്ചു കൊടുക്കാം. ആദ്യം കിട്ടിയ സ്പോട്ടിലുള്ള SP-നെ കിട്ടിയത്. പക്ഷെ അത് ഫോളോ അപ്പ് ചെയ്യാത്തൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ നേവി വരാൻ ഇത്ര താമസമായത്. ഉച്ചയായി, 4-ാമത്തെ ദിവസം ഉച്ച കഴിഞ്ഞു. അല്ല, എന്നോട് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് നേവിയുടെ സഹായം തേടിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന്. നേവി രാവിലെ എത്തുമെന്നാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ വിളിച്ചത്, ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെ വിളിച്ചത്. അവരും പറഞ്ഞ് നേവിയെ അവിടെ എത്തിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിയിച്ചത്. ഏതായാലും അവരുമായി വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൽ ഇനിയൊരു വൈകൽ ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം നേവി മതി എന്നാണ് അവർ പറഞ്ഞത്. അത് ആദ്യം മുതലേ ഉള്ളതാണ്. പിന്നീട് ഈ വാർത്ത വന്നതിന് ശേഷം ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. അല്ല, ഞാനിപ്പോ ഇന്ന് രാവിലെ ഞാൻ ബന്ധപ്പെട്ട് കിട്ടിയ വിവരങ്ങളാണ് ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീണ്ടും അവരെ ബന്ധപ്പെടാൻ വേണ്ടി പോവുകയാണ്. എം കെ രാഘവൻ എം പി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. മുഖ്യമന്ത്രിയോടും ഉപമുഖ്യമന്ത്രിയോടും, കർണാടകയിലെ മുഖ്യമന്ത്രിയോടും ഉപമുഖ്യമന്ത്രിയോടും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നേവി സംഘം എത്തി രക്ഷാപ്രവർത്തനം നടത്തുമെന്ന ഉറപ്പാണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് എം കെ രാഘവൻ പറയുന്നത്.